അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശു മരിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെയും DMOയെയും ഉപരോധിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ കസേരയിലിരിക്കുന്നത് DMO ആണെന്ന് തോന്നുന്നു. അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് ഗർഭസ്ഥ ശിശു മരിച്ചത്. അതിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാവുന്നത്. ലാൽകൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. ലാൽ, ഈ സംഭവം എന്താണ്? ഗർഭസ്ഥ ശിശു മരിക്കാനിടയ സാഹചര്യം എന്താണെന്നാണ് ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ ആരോപണം? അതിലെ രാഷ്ട്രീയ പ്രതിഷേധം എങ്ങനെയാണ്? സംഭവം കഴിഞ്ഞ മാസം 15-ാം തീയതി നടന്നതാണ്. ഹാഷ്മി, ഈ കുട്ടി മാമലക്കണ്ടത്ത് മാങ്കുളത്തുള്ളതാണ്. ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി തിരിച്ചു പോയത് രാത്രിയോടുകൂടി തന്നെ വയറുവേദന കലശലാവുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിയെങ്കിലും അനസ്തീഷ്യസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മറ്റൊരു സ്വകാര്യ ആശുപത്രി സമീപത്തിലുള്ള മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അവിടെ സിസേറിയൻ നടക്കുന്നതിന് ഇടയിലാണ് കുട്ടി ഗർഭസ്ഥ ശിശു മരിച്ചതായി തിരിച്ചറിയുന്നത്. ഈ സംഭവം ആശുപത്രി അധികൃതർ കൃത്യമായി തലേ ദിവസം പരിശോധന നടത്താത്തത് കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DMO അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. നിലവിൽ DMO ഈ വിഷയത്തിൽ എൻക്വയറിക്ക് വന്ന സമയത്താണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായിട്ട് യൂത്ത് കോൺഗ്രസ്. അടിമാലിയിലാണ് പ്രതിഷേധം സംഭവിക്കുന്നത്. അടിമാലിയിൽ ഗർഭസ്ഥ ശിശു മരിക്കാനിടയായ സംഭവത്തിലാണ് DMOയെ അടക്കം ഉപരോധിച്ചുകൊണ്ട് ആശുപത്രി സൂപ്രണ്ടിനെയും DMOയെയും ഉപരോധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഗർഭസ്ഥ ശിശു മരിച്ച സംഭവത്തിലാണ് ആ സംഭവം. നേരത്തെ ലാൽ പ്രതിഷേധത്തിന് കുറേ അധികം അടുത്ത് നിൽക്കലായിരുന്നു. അതുകൊണ്ട് ലാൽ പറയുന്നത് അത്രയും ക്ലിയർ ആയില്ല. ലാലിനോട് കുറച്ചൊന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ പറയുന്നുണ്ട്. എന്തായാലും അവിടെ പ്രതിഷേധം കുറേ അധികം സമയമായി തുടരുകയാണ്. ഒരുപക്ഷെ അല്പസമയത്തിന് പോലീസൊക്കെ എത്തുകയും നേരത്തെ കണ്ടതുപോലെ പ്രതിഷേധക്കാരെ അവിടെ നിന്നും നീക്കുകയും ചെയ്യുമായിരിക്കണം.